everyone, welcome back to our English class. മക്കളെ നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമ്മുടെ സിലബസ് ആവട്ടെ ക്വസ്റ്റ്യൻ പേപ്പർ ആവട്ടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് എന്തുണ്ടാവും. ഫസ്റ്റ് വൺ നമുക്കൊരു കോംപ്രിഹെൻഷൻ പാർട്ട് ഉണ്ട് അല്ലേ. സെക്കൻഡ് വൺ നമുക്ക് എന്തുണ്ട്, റൈറ്റിംഗ് പാർട്ട് ഉണ്ട്. ആൻഡ് ഓൾസോ ദ തേർഡ് വൺ ഇറ്റ് ഈസ് എ ലിറ്ററേച്ചർ. മൂന്നാമത്തെ ഭാഗം എന്താണ്, ലിറ്ററേച്ചർ പാർട്ടാണ്. അപ്പൊ ഈ മൂന്ന് ഭാഗങ്ങളും നമുക്ക് എന്തുണ്ട്, നമ്മളെ ലാംഗ്വേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. നമ്മൾ റൈറ്റിംഗിൽ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്, നോട്ടീസ് റൈറ്റിംഗ് എന്നുള്ളത് അല്ലേ. നമുക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ എന്താ പറയുക അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്, ഈ പറയുന്ന നോട്ടീസ് റൈറ്റിംഗ്. ഹൗ ടു റൈറ്റ് എ നോട്ടീസ്, എങ്ങനെയാണ്, ഹൗ ക്യാൻ വി പ്രിപ്പയർ എ നോട്ടീസ്, എങ്ങനെയാണ് നമുക്കൊരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഫോർമാറ്റ്സ് ഓഫ് നോട്ടീസ്, എന്തൊക്കെയാണ് ഒരു നോട്ടീസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. വി നോ ദാറ്റ് ഇറ്റ് ഹാസ് സം ഫോർമാറ്റ്സ് അല്ലേ. ഇത് എന്തൊക്കെയോ എന്തുണ്ട്, ഫോർമാറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് ഓൾസോ നമുക്കൊരു കാര്യം കൂടി അറിയാം, എന്താണ്, വി ഷുഡ് ഫോളോ ദ ഫോർമാറ്റ് അല്ലേ. കാരണം നമ്മുടെ മൊത്തം മാർക്കിന്റെ ഇഫ് ഇറ്റ് ഈസ് എന്താണ് ഒരു 5 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ ഫോർമാറ്റിന് എന്ത് 2.5 മാർക്ക് ഫോർമാറ്റ് ആണ് വരാം. അപ്പൊ ഒരു നോട്ടീസ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഫോർമാറ്റ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. അതുമല്ല നോട്ടീസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് മിസ് ചെയ്യാൻ പാടില്ല. സോ ലെറ്റ് us see എന്താണ് ഇവിടെ നോക്കാം നമുക്കൊരു notice writing in the formats. Okay, a notice is a formal piece of writing used to inform people about important events or announcement. Notice എന്ന് പറയുന്നത് എന്താണ്, a formal way of എന്താണ് informing ആണ്. ഒരു ഫോർമൽ രീതിയിലുള്ള മറ്റൊരു കാര്യം, ഒരു പരിപാടിയെക്കുറിച്ചോ എന്തെങ്കിലും ഒരു വിവരത്തെക്കുറിച്ചോ മറ്റുള്ളവരിലേക്ക് വളരെ ഫോർമലായിട്ട് ഒഫീഷ്യലി അറിയിക്കുന്ന ഒരു രീതിയാണ് ഒരു നോട്ടീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ നോട്ടീസിൽ ഫോർമാറ്റ് കൊടുക്കേണ്ടത്, നമ്മൾ ഇതിൽ കാണുന്നത് 1 2 3 4 5 6 1 2 3 4 5 6 അല്ലേ, 6 എന്താണ് കാര്യങ്ങൾ, 6 പോയിന്റ്സ് നമ്മൾ കാണുന്നുണ്ട്. ഈ 6 പോയിന്റ്സും എന്താണ്, ഇതിന്റെ ഫോർമാറ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട ഒരു കാര്യം എന്താ, നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ, name of institution or organization at the top and center. So if we draw a column like this, first we have to give a heading. എന്താ നമ്മൾ ആദ്യത്തെ ഹെഡിങ്, ഈ പറഞ്ഞ കാര്യം നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ, ആരാണോ പരിപാടി നടത്തുന്നത്, ഏത് സ്ഥാപനമാണോ പരിപാടി നടത്താൻ പോകുന്നത്. ഇപ്പൊ ഒരു സ്കൂളാണ് ഒരു പരിപാടി നടത്താൻ പോകുന്നതെങ്കിൽ ഒരു ആനുവൽ ഡേയെ കുറിച്ചുള്ള നോട്ടീസാണ്, സ്കൂളാണ് നടത്താൻ പോകുന്നത്, സ്കൂളിനെ കുറിച്ച് എന്ത് ചെയ്യാം, അല്ല സ്കൂളിന്റെ പേര് നമ്മൾ അവിടെ എഴുതാം. ഒരു ഹോസ്പിറ്റലാണ് ഒരു പരിപാടി നടത്താൻ പോകുന്നത്, ഹോസ്പിറ്റലിന്റെ പേര് എഴുതാം. ഒരു ക്ലബ്ബാണ് പ്രോഗ്രാം നടത്തുമെങ്കിൽ ഒരു ക്ലബിന്റെ പേര് എഴുതാം. അപ്പൊ അതെന്ത് ചെയ്യാം, അവിടെ എഴുതാം. നെക്സ്റ്റ് നോക്ക്, ടൈറ്റിൽ. എന്താണ് ടൈറ്റിൽ, ബോൾഡ് ആൻഡ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. എന്താണ് ടൈറ്റിൽ നോക്കുക, ഇവിടെ നമ്മൾ രണ്ടാമത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് നോട്ടീസ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. രണ്ടാമത് നോട്ടീസ് എന്ന് പറയുന്ന തലക്കെട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. മൂന്നാമത്തെ തലക്കെട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ഹെഡിങ് ആണ്. ആ ഹെഡിങ് എന്ത് എഴുതണം, നമ്മൾ എന്താണ് നമ്മുടെ പരിപാടി, എന്താണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടി, ദ പ്രോഗ്രാം വിച്ച് വി ആർ ഗോയിങ് ടു കണ്ടക്ട്, ദ പ്രോഗ്രാം വിച്ച് വി ആർ ഗോയിങ് ടു കണ്ടക്ട്, നമ്മൾ നടത്താൻ പോകുന്ന പരിപാടി എന്താണ്, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ നടത്താൻ പോകുന്ന പരിപാടി, നോട്ടീസ് എന്ന് പറയുന്ന തലക്കെട്ട്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ പരിപാടി നടത്തുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. ഓക്കെ, ഇനി നോക്ക് നിങ്ങൾ നെക്സ്റ്റ് വൺ എന്താണ്, ഇറ്റ് ഈസ് ഡേറ്റ്. ഡേറ്റ് നമ്മൾ മെൻഷൻ ചെയ്യണം. ഡേറ്റ് കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യേണ്ട കാര്യമാണ്. ഹെഡിങ് ഓർ സബ്ജക്റ്റ് അല്ലേ, നമ്മൾ അതിവിടെ പറഞ്ഞു. സബ്ജക്റ്റ് എന്താ നമ്മൾ പറയണം. ഇനി ബോഡി ഓഫ് ദ നോട്ടീസ്, എന്താണ് ബോഡി ഓഫ് ദ നോട്ടീസ്, നമ്മൾ എപ്പോഴാണ് നടത്തുന്നത്, നമ്മൾ എല്ലാവരും ക്ഷണിക്കണ്ടേ അല്ലെങ്കിൽ അറിയിക്കുന്നുണ്ടേ, നമ്മൾ കോണ്ടന്റ് എഴുതണ്ടേ. ദാറ്റ് ഈസ് ദ ബോഡി ഓഫ് ദ നോട്ടീസ്. ബോഡി ഓഫ് ദ നോട്ടീസ് ഇൻക്ലൂഡ്സ് വാട്ട്, വെൻ, വേർ, ഹു ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്. എവിടെ വെച്ച് നടത്തുന്നു പരിപാടി, ആരൊക്കെയാണ് വരുന്നത്, എപ്പോഴാണ് സമയം, എന്തുകൊണ്ടാണ് നമ്മൾ പരിപാടി നടത്തുന്നത്, ഇങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന ബോഡിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അവസാനം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആ നോട്ടീസ് തയ്യാറാക്കിയിട്ടുള്ള ആളെ പേര്, സിഗ്നേച്ചർ,
അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ, അദ്ദേഹത്തിന്റെ സ്ഥാനം, ഇത് മൂന്നും കൂടി എന്ത് ചെയ്യും ഇവിടെ പറയാം. അപ്പൊ നിങ്ങൾ നോട്ടീസ് നോക്കുമ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കാണണം. ഓക്കെ, ഇനി നോക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇറ്റ്സ് എ ഡിബേറ്റ് കോമ്പറ്റീഷൻ. നോക്കാം XYZ പബ്ലിക് സ്കൂൾ, നമ്മുടെ ഫസ്റ്റ് ഹെഡിങ്. സെക്കൻഡ് ഹെഡിങ് ഇറ്റ് ഇസ് നോട്ടീസ്. രണ്ടാമത്തെ ഹെഡിങ് നമ്മൾ എന്താ പറയുന്നത്, നോട്ടീസ് എന്ന് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. മൂന്നാമത്തെ എന്താണ് പരിപാടി, ഇന്റർ സ്കൂൾ ഡിബേറ്റ് കോമ്പറ്റീഷൻ ആണ്. ഇന്റർ സ്കൂൾ അവരുടെ സ്കൂളിന്റെ ഒരു ഡിബേറ്റ് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, നോക്കുക ഡേറ്റ് ഏതാണ്, 7th March 2025. 7-ാം തീയതിയാണ് എന്ത് നമ്മളിത് എഴുതുന്നത്. ഇവിടെ നമ്മൾ ഡേറ്റ് എഴുതുന്ന രീതി കണ്ടോ നിങ്ങൾ, നമ്മൾ ഒരിക്കലും ഇങ്ങനെ എഴുതിയിട്ടില്ല. ദിസ് ഇസ് റോങ്, വി ഷുഡ് നോട്ട് റൈറ്റ് ലൈക്ക് ദാറ്റ്. നമ്മൾ എങ്ങനെ എഴുതണം, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് എഴുതണം, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഫോർമാറ്റിൽ എഴുതാം. 7th March 2025. All students of class 6 to 8 are informed that an inter-school debate competition will be held in our school auditorium on 15th March 2025, 10 AM. അപ്പൊ വരുന്ന 15-ാം തീയതി എന്താണ്, നമ്മുടെ സ്കൂളിൽ എന്തൊരു ഇന്റർ ഡിബേറ്റ് കോമ്പറ്റീഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും എന്താണ് അതിൽ നിങ്ങൾ പങ്കെടുക്കണം. Interested students can register their names with the English teacher by 10th March 2025. ഡിബേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറുടെ കയ്യിൽ 10-ാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണടാ, നിങ്ങൾ തീർച്ചയായിട്ടും വരുന്ന 10-ാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ എന്ത് കൊടുക്കണം, നിങ്ങളുടെ പേര് നിങ്ങൾ കൊടുക്കണം. അപ്പൊ അവരോട് കാര്യങ്ങളൊക്കെ പറയും, എന്താ പരിപാടി നമ്മൾ നടത്തുന്നത്, എവിടെ വെച്ചാണ് നടത്തുന്നത്, എപ്പോഴവർ അതിനെന്ത് റെസ്പോണ്ട് ചെയ്യണം. ഫോർ മോർ ഡീറ്റെയിൽസ്, ഇനി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കോൺടാക്ട് അണ്ടർ സൈൻ, താഴെ പറഞ്ഞിരിക്കുന്ന ആളെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരാളെ പേര് എഴുതുന്ന വെച്ചാൽ നമ്മൾ ABC എന്ന് കൊടുത്തത് ഹെഡ് ബോയ് സ്കൂൾ ലീഡർ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ലീഡർ അടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിക്കുക. സ്കൂൾ ലീഡർ പോയിട്ട് നിങ്ങൾ എൻക്വയർ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ലീഡർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എൻക്വയർ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് എന്തുള്ളൂ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യുക. ഒരു നോട്ടീസ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളതിൽ ശ്രദ്ധിക്കണം എന്നുള്ളത്, നമ്മൾ എന്തെല്ലാം ഫോർമാറ്റുകൾ നമ്മൾ അതിൽ ഫോളോ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞോ. അപ്പൊ നമുക്ക് എന്താണ്, ഒരു ആനുവൽ എക്സാം ആവുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് റൈറ്റിംഗിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് ഫോർമാറ്റും, അതേപോലെ അതിന്റെ എക്സാമ്പിൾസ് മോഡേൺ ക്വസ്റ്റ്യൻസും ഇതേപോലെ we have to practice. So thank you so much. We stop here. Bye bye.